വെൽക്കം ബാക്ക് അഗെയിൻ. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മലാക്കയിലേക്കാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കോലാലംപൂരിലെ പൂച്ചോങ്കിലാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ ബസ് എടുക്കണം. ബസ്സിൽ കയറിയിട്ട് KL സെൻറ്ററിലേക്ക് പോകണം. അവിടെ നിന്ന് പിന്നെ TBS ബസ് സ്റ്റാൻഡ് ഉണ്ട്, അങ്ങോട്ടായിരിക്കും പോവുക. പിന്നീട് അവിടുന്ന് TBS നിന്ന് നമ്മൾ ബസ് എടുത്തതിന് ശേഷം മലാക്ക വരെ ബസ്സിൽ തന്നെ ആയിരിക്കും പോവുക. ഇപ്പം ഞാൻ കയറിയേക്കുന്ന ബസ്സിൽ കാലിയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത് KL സെൻറ്റർ വരെയാണ് ഈ ബസ് പോകുന്നത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് നേരെ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മലാക്കയ്ക്ക്. ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര വരും ഇവിടെ നിന്ന് അവിടം വരെ. ഇത് ചെറിയൊരു ലിറ്റിൽ ഇന്ത്യയാണ് കേട്ടോ. കാരണം കേരള വരുന്ന എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണിത്. ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടും. ബ്രിക്ക് ഫീൽഡ്സ് ആണ് സംഭവം, പക്ഷെ ചെറിയൊരു ഇന്ത്യ തന്നെയാണ്. ഇവിടെ കൂടുതലും ബിസിനസ് ചെയ്യുന്നതൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴൻസ് ആണ് കൂടുതലും ചെയ്യണം. മലയാളീസിന് ഇവിടെ അധികം അങ്ങനെ കാണാൻ പറ്റില്ല. മലയാളീസിന് റയറായിട്ട് എപ്പോഴെങ്കിലും കണ്ടാലേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന മലയാളീസ് കുറവാണ്. തമിഴൻസ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ചില ഏരിയകളിലേക്ക് ഇതേപോലെ ഡബിൾ ടക്കർ ബസ്സാണ് കേട്ടോ ഇവിടെ സർവീസ് ചെയ്യുന്ന. ഇത് ചൈന ടൗൺ, ഞാനിപ്പോൾ പോണ ബസ്സും ഡബിൾ ടക്കറാണ്. ചൈന ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. അപ്പം എൻ്റെ ബ്ലോഗിൽ ഞാൻ 2-3 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണാം. ചൈന ടൗൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൈനീസ് സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ചീപ്പ് റേറ്റിൽ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റിയിലുള്ള സാധനമാണ്. സെക്കൻഡ് ഹാൻഡ് അല്ല, ചെറിയ ചെറിയ ഡാമേജുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ പറയാം, ആയിരിക്കും ഒന്നുകൂടെ നല്ല. ചൈനീസിൻ്റെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഒറിജിനൽ വെല്ലുന്ന രീതിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഈ ബസ് പോണത് ഈ 640 നമ്പർ ബസ്സും ഞാനിപ്പോൾ പോകുന്ന 600 നമ്പർ ബസ്സും നേരെ പോകുന്നത് രണ്ടും അവിടേക്കാണ്. അവിടെ ഒരു വലിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ഇതേപോലെ ബസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലിറ്റിൽ ഇന്ത്യ. ചെറിയൊരു ഇന്ത്യയാണ് സംഭവം. അപ്പുറവും ഇപ്പുറവും ഒരുപാട് ഷോപ്പുകളാണ്. ബസ് വളരെ സ്ലോ ആയിട്ടാണ് പോണത്, കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടികളാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് പൊങ്കൽ ദിവസം കൂടെയാണ്. ഇവിടെ തമിഴൻസിൻ്റെ ഒരു ഫെസ്റ്റിവൽ കൂടെയാണ് പൊങ്കൽ. അതുകൊണ്ട് ഇന്നിപ്പം കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നോർമലി എല്ലാ ദിവസങ്ങളും ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഫൈനലി ഞാനങ്ങനെ KL സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫൈനലി ഞാനിവിടെ KL സെൻറ്ററിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇതാണ് കേട്ടോ ഷോപ്പിംഗ് മാള്. ഞാൻ വന്ന ബസ് ഇതാണ് 600 നമ്പർ ബസ്. പിന്നെ ഇനി ഇവിടെ നിന്ന് എനിക്ക് നേരെ ഇതിനകത്തൂടെ പോകണം. ഇത് കണ്ടോ, ഇവരിട്ടേക്കുന്ന ഡ്രസ്സ് പൊങ്കലിൻ്റെ യൂണിഫോം ഉണ്ടോ? പൊങ്കലിൻ്റെ യൂണിഫോം അല്ല, അത് അങ്ങോട്ട് പോകുമ്പം ആ ഒരു മഞ്ഞ കളർ ഡ്രസ്സിലാണ് അവർ പോകാറുള്ളത്. പിന്നെ ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫൈനലി ഇൻ KL സെൻറ്റർ. ഓക്കെ, അത്യാവശ്യം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. ഈ ഇപ്പോൾ ഇവിടെ കാലിയാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സോ നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലേക്ക് പോകണം. ഷോപ്പിംഗ് മാള് വലിയ ഷോപ്പിംഗ് മാൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ KL വരുന്ന ആർക്കും ആണെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെ വരികയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ വന്നിട്ട് എല്ലാ രീതിയിലുള്ള ഷോപ്പിങ്ങും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടത്. ഇത് കാണാൻ പറ്റുന്നുണ്ടാവും, അത്യാവശ്യം കുഴപ്പമില്ല. ഇതിനകത്ത് ടാക്കീസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പിംഗ് മാളാണ്. അത് മാത്രമല്ല ഇവിടെ നിന്ന് തന്നെയാണ് എന്താ പറയുക, നമുക്ക് പോകണമെങ്കിൽ എങ്ങോട്ട് പോകണമെങ്കിലും മെട്രോ ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും എല്ലാം ഇതിനകത്തൂടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ KL സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. എസ്കലേറ്റർ കയറി കുറച്ചപ്പുറത്തോട്ടോ, ഇനി പോകുന്ന വഴിക്കാണ് നമുക്കുള്ളത്. അപ്പോൾ
ഇനി മെട്രോ സ്റ്റേഷനൊക്കെ കാണാം, കാഴ്ചകളിലേക്ക് പോവാം. ചെറിയ ചെറിയ കടകൾ കേട്ടോ, ഫോണിൻ്റെ കവറുകൾ, സോക്സുകൾ, കുട്ടികളുടെ മുടിമറണ പിന്നെ മറ്റേ തൊപ്പി കാര്യങ്ങളൊക്കെ ഉള്ള കടകൾ. അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് സെറ്റപ്പുകളുണ്ട്. സൈഡിൽ ചെറിയ തട്ടുകട പോലെ, തട്ടുകട ചെറിയ ചെറിയ സ്റ്റാൾ പോലെ. പിന്നെ ഇതാ ഈ കാണുന്നത് മുകളിലേക്കൊക്കെ നല്ല ഷോപ്പിങ്ങുകളുണ്ട്, ഷോപ്പിംഗ് സെൻ്ററുകളാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇതിലങ്ങോട്ട് നേരെ പോയാലാണ് KL സെൻറ്ററിൻ്റെ എന്താ പറയുക, നമുക്ക് പോകാനുള്ള മെട്രോ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ മെട്രോയിൽ പോകും. പിന്നെ അവിടെ നിന്ന് നേരെ ബസ്സിന് ഒരു മേ ബി 1 മണിക്കൂർ 1.5 മണിക്കൂറോളം യാത്ര. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് മെട്രോയിൽ കയറിയിട്ട് കാണാം കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ബാക്കി കാഴ്ചകൾ നമുക്ക് മെട്രോ കയറിയിട്ട് കാണാം കേട്ടോ. ഈ കാണുന്ന റെഡ് സാധനങ്ങളൊക്കെ ചൈനീസ് ന്യൂ ഇയറിന്റെ അലങ്കാര പരിപാടികളാണ് കേട്ടോ. ചൈനീസ് ന്യൂ ഇയർ എനിക്ക് തോന്നുന്നു 28-ാം തീയതി 29-നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ്, പക്ഷെ എന്നാലും ആഘോഷങ്ങൾക്കൊരു മുട്ടുമില്ല. ഇവർ ഈ ഒരു മാസം ഫുള്ളായിട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. നമ്മുടെ കയ്യിൽ മെട്രോ കാർഡ് ഉണ്ട്, അത് റീചാർജ് ചെയ്യണം. അത് റീചാർജ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്. നമ്മുടെ കാർഡ് വെച്ച് കൊടുക്കും, ഇവർക്ക് കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ റീചാർജ് ചെയ്ത് തരും. നമുക്ക് പോകാനുള്ള മെട്രോ ഇവിടെ വരും, 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിനിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഫ്രീ ആണ്, തിരക്കൊന്നുമില്ല. പക്ഷെ ഈ ബത്ത് കേവ്സിൽ നിന്ന് വരുന്ന ട്രെയിനുകളുണ്ട്, അതായത് ഈ പൊങ്കൽ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിനുകൾ നല്ല തിരക്കായിരിക്കും. അടിപൊളി, നല്ല മഴ ചാറും ഇടവഴി. നല്ല മഴയാണ്. പിന്നെ ബസ്സിലാണ് യാത്ര എന്നുള്ളത് പിന്നെ കുഴപ്പമില്ല. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ്, ആ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. അതാണ് ബസ് സ്റ്റാൻഡ്. അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ബ്രിഡ്ജ് കൂടെ കയറി ഇറങ്ങണം. സൂപ്പർ നൈസ്.
നല്ല മഴയും അതിനൊത്ത കാഴ്ചയും സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് അല്ല, ബസ് സ്റ്റാൻഡ്. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുവാണ്. ഞാൻ വെൽക്കം ടു TBS. രണ്ടാൾക്കാർക്ക് 20 റിങ്കറ്റ്, ഒരാൾക്ക് 10 റിങ്കറ്റ് സംതിങ് ആണ്. 10 റിങ്കറ്റ് 40. ഓക്കെ, താങ്ക് യു. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാൾക്കും കൂടെ 20, ഒരാൾക്ക് 10.40, 10.40 ആയിട്ടുണ്ട്. പിന്നെ രണ്ടാൾക്കും കൂടെ 10.50. ഇനി താഴത്തേക്ക് പോകണം. താഴത്തേക്ക് പോകാനുള്ള വഴി ഇനി അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നല്ല വിശപ്പുണ്ട്. സമയം ഇപ്പം 6:45, 6:55 ബസ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ കഴിച്ചതാണെങ്കിൽ കൂടെ നമ്മുടെ നല്ല സാധനങ്ങൾ കാണുന്നത്. പിന്നെ കഴിക്കാണ്ടിരിക്കണ മോശമല്ല. കാരണം ഒരു മണിക്കൂറോളം ഒരേ ഇരുത്തിയിരിക്കാനുള്ളതാണ്. എന്തായാലും കഴിക്കണം എന്ന് വിചാരിച്ച് കയറിയതാണ്. സ്നാക്സാണ് എടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് എന്തോ 2-3 ബ്രെഡ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് മുട്ട എന്തോ ഓംലേറ്റ് അടിച്ചിട്ടാന്ന് തോന്നുന്നത്. ഏതായാലും അതൊന്നും എടുത്തിട്ടുണ്ട്. ആ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പാണ് സാധനം. ഇതിനകത്ത് മുട്ട അല്ല, ഇതിനകത്ത് കേബേജ് മുട്ടയൊക്കെ ഉണ്ടോന്നുണ്ട്. പേരിനിട്ടതാന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ്, ചൂടല്ല. ഇവിടുത്തെ ഏസിനകത്ത് നിന്നിട്ടായിരിക്കും ഇങ്ങനെ തണുത്തിരിക്കണം. അപ്പം കഴിച്ചു നോക്കാം. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. അത്ര പറയാനുള്ളൂ. വലിയ ടേസ്റ്റൊന്നുമില്ല. കുറച്ചു നേരം അവിടെ എത്തുന്നവരെ വയറ്റിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. അത്രയുള്ളൂ. അപ്പം ശരി, കാണാം. ഇതൊന്ന് കഴിക്കട്ടെ. സീറ്റ് നമ്പർ 11. അത് നമ്മളെ സീറ്റാണ്. പുള്ളിക്കാരൻ കയറി ഇരുന്നിട്ടുണ്ട്. സോറിയാ. അപ്പോൾ ഏകദേശം 6:55 എടുക്കേണ്ട ട്രെയിൻ ഒരു 59, 7 മണിയൊക്കെ ആയപ്പോഴേക്കും എടുത്തിട്ടുണ്ട്. 4-5 മിനിറ്റ് ഡിലേ ആണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മഴ കാരണം ഇനി വല്ല ജാമിലും പെടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇവിടെ കുറച്ച് ട്രാഫിക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂർ, ഒരു 9 മണിക്ക് മുമ്പ് അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു എത്തണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം എന്താ ഇവിടെ ഒരു പുകയൊക്കെ എന്തൊക്കെയോ പുകഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. കൂടെ ബസ്സിൽ അത്യാവശ്യം ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ആൾക്കാർ 10-15 ആൾക്കാരെ കണ്ടിട്ടോ. അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. വലിയ തിരക്കെന്നൊന്നും പറയാനില്ല. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? 2 മണിക്കൂർ. ഓക്കെ, അപ്പം മലാക്കയിലെത്തിയിട്ട് കാണാം കേട്ടോ. ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുപോകാൻ
ബെൻസ് കാറിലൊക്കെയാണ് വരുന്നത്. ഏതായാലും നോക്കട്ടെ കേട്ടോ. ഈ കാണാണ് മലാക്ക സെൻട്രൽ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഓക്കെ, അപ്പം ശരി, ബൈ. വരാൻ പറഞ്ഞെടുത്ത് മാത്രം വന്നിട്ടില്ല, വേറെ എവിടേക്കോ എത്തിപ്പെട്ടു. എല്ലാ കളറും ഉണ്ടല്ലോ. ആ ഇതാണല്ലേ, ഞാൻ ഇതാന്ന് വിചാരിച്ചടാ. എനിക്ക് ആള് മാറി. ഹലോ, ഗുഡ് മോർണിംഗ്.